വളരെ മാരകമായ അസുഖം ബാധിച്ച ആ പെൺകുട്ടിയോട് ഇനിയും 3 മാസത്തിലധികം അവൾ ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവൾ തൻ്റെ പള്ളിയിലെ പുരോഹിതനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. തൻ്റെ അവസാനത്തെ ആഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനായിരുന്നു. തൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഏതൊക്കെ പാട്ടുകൾ പാടണമെന്നും വായിക്കേണ്ട തിരുവചനങ്ങൾ എന്തൊക്കെയാണെന്നും അവൾ ധരിക്കേണ്ട വസ്ത്രം എന്തൊക്കെയാണെന്നും വളരെ വിശദമായി പറഞ്ഞു. അവൾ പറഞ്ഞു തീർന്ന ഉടനെ ആ പുരോഹിതൻ തിരികെ പോകുവാൻ തയ്യാറായി. അവൾ പെട്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്, അതെനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മരിച്ചാൽ എൻ്റെ വലത്ത് കൈയിൽ ആഹാരം കഴിക്കുന്ന ഒരു ഫോർക്ക് വെക്കണം. ഒരു അതിശയത്തോട് ചോദിച്ചു, ഫോർക്കോ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ വല്യമ്മച്ചി എന്നോട് ഒരിക്കൽ ഒരു കഥ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാനതൊരിക്കലും മറന്നിട്ടില്ല. നാം ദേവാലയത്തിലും കൂട്ടായ്മകളിലും മറ്റ് സൽക്കാരങ്ങളിലൊക്കെ പോകുമ്പോൾ ആദ്യത്തെ ലഘുഭക്ഷണം കഴിയുമ്പോൾ ആരെങ്കിലും പതിവായി പറയുമായിരുന്നു, ഒരു ഫോർക്ക് കൈവശം വയ്ക്കൂ. ഇതൊരു രീതിയാണ്. അത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. കാരണം അതിനുശേഷം എന്തെങ്കിലും നല്ലത് വരാനിരിക്കുന്നു എന്നെനിക്കറിയാമായിരുന്നു. ഒരുപക്ഷെ ചോക്ലേറ്റ് കേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു മധുരമുള്ള എന്തെങ്കിലും പലഹാരങ്ങളായിരിക്കാം. കാരണം ഏറ്റവും നല്ലതെന്തോ വരുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ ആളുകൾ എന്നെ വന്ന് കാണുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫോർക്ക് കാണട്ടെ. അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയണം, ഒരു ഫോർക്ക് കൈവശം ഏറ്റവും നല്ലത് ഇപ്പോഴും വരുവാനുണ്ട്. ഇത് കേട്ടപ്പോൾ ആ പുരോഹിതൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. കാരണം സ്വർഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായ പ്രത്യാശ ഉള്ളവളാണ് എന്ന് മനസ്സിലാക്കി. അവൾക്കറിയാമായിരുന്നു ഏറ്റവും നല്ലത് ഇപ്പോഴും വരുവാനുണ്ട്. അങ്ങനെ അവളുടെ ശവസംസ്കാര ദിവസം ആളുകൾ അവളെ കാണുവാൻ വന്നു. അവളുടെ അരികിലൂടെ നടന്നപ്പോൾ അവൾ ധരിച്ചിരുന്ന മനോഹരമായ വസ്ത്രവും അവളുടെ വലത് കൈയിൽ വെച്ചിരിക്കുന്ന ഫോർക്കും അവർ കണ്ടു. എല്ലാവരും ഒരേ ചോദ്യം ചോദിച്ചു, ഈ ആഹാരം കഴിക്കുന്ന ഫോർക്ക് എന്തിനാണ്? ഇത് ഓരോ തവണയും ആ പുരോഹിതൻ്റെ ഉള്ളിൽ വളരെ കൗതുകമാണ് ഉണ്ടാക്കിയത്. എന്നാൽ പിന്നീട് താൻ പ്രസംഗിക്കുമ്പോൾ ആ യുവതിയുമായി താൻ നടത്തിയ സംഭാഷണം മുഴുവനും അദ്ദേഹം പറഞ്ഞു. ഈ ഫോർക്ക് എന്താണ് സൂചിപ്പിക്കുന്നതെന്നും പറഞ്ഞു. ഈ ഫോർക്ക് എന്നെ വിട്ടുപോകുന്നില്ല, നിങ്ങൾക്കും ഇത് മറക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞത് ശരിയായിരുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ നിങ്ങളുടെ ഫോർക്ക് കയ്യിലെടുക്കുമ്പോൾ ഇതോർക്കുക, ഏറ്റവും നല്ലത് ഇപ്പോഴും വരുവാനുണ്ട്. യേശുവിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. യേശു പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. ലാസറിൻ്റെ മരണശേഷം യേശു തൻ്റെ സഹോദരിയായ മാർത്തയോടാണ് ഈ വാക്കുകൾ പറഞ്ഞത്. മാർത്ത അത് ഭാവിയിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഉയർപ്പിനെക്കുറിച്ചാണ് എന്ന് കരുതി. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശു ജീവൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ഉറവിടമാണ് എന്നൊരു പക്ഷെ അവൾക്ക് മനസ്സിലായി കാണുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33 ഇങ്ങനെ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 3-5 വരെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ നമുക്ക് ജീവിക്കുന്ന പ്രത്യാശ ലഭിച്ചിരിക്കുന്നു, ഒരവകാശമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ജീവനുള്ള പ്രത്യാശയുണ്ടോ?
ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന ഈ സമയത്ത് ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററുമൊക്കെ സമീപിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ കടന്നുപോകുന്ന അവസ്ഥ എന്തു തന്നെയായാലും, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും, നിങ്ങളുടെ ഭാവി അനിശ്ചിതത്വമെന്ന് തോന്നിയാലും ഒരു ഫോർക്ക് കൈവയ്ക്കുക. ഏറ്റവും നല്ലത് ഇപ്പോഴും വരുവാനുണ്ട് എന്ന് നാം ഓർക്കുക. ജീവനുള്ള പ്രത്യാശ നമ്മളിൽ വർദ്ധിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മാസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.